പോട്ടോ നീ ഇപ്പൊ തുറന്നു പറയടാ, ഈ പ്രണയകഥ തുടങ്ങിയിട്ട് എത്ര കാലമായി? ശരിയാ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലടാ. ആഹാ, അപ്പൊ നിനക്ക് അറിയാതെയാണോ ഉമ്മ തന്നത്? ശരിയാ, നിങ്ങൾ മൂന്നുപേരാണ് സത്യം, എനിക്കൊന്നും അറിയില്ല. ശരി, നിനക്കൊന്നും അറിയില്ലെന്ന് ഞങ്ങൾ മൂന്നുപേരും വിശ്വസിക്കണോ? അത്രയല്ലേ ഉള്ളൂ. അതെ, ഇതായത് പിടിച്ചേ. അതാടാ, അവള് നിന്റെ ഏത് കവിളിലാടാ ഉമ്മ തന്നേ? അങ്ങോട്ട് മാറി നിക്കണം. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? നീ കുടുങ്ങിയടാ. ഇപ്പൊ മനസ്സിലായടാ കാര്യം. ഞാൻ ഉമ്മ തരാൻ വന്ന എന്നെ തള്ളി മാറ്റുന്നു, ആ പെണ്ണുമ്മ തരാൻ വന്നപ്പോ നീ അതങ്ങ് വാങ്ങി. പ്രണയകഥ തുടങ്ങിയിട്ട് എത്ര കാലമായി? പ്രേമവും ഒരു മണ്ണാങ്കട്ടിയില്ല. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ? അയ്യോ ദൈവമേ, ഈ പെണ്ണുങ്ങൾ വന്നാലേ ഇങ്ങനെയാടാ. പയ്യന്മാരുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. എടാ ബാലരാജേ, ഞാനൊരു സത്യം പറയാം, നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. നീ കരുതുന്ന പോലെ എല്ലാ പെണ്ണുങ്ങളും ഒന്നും അത്ര നല്ലവരല്ല. നീ ചാവാൻ കിടക്കുകയാണെങ്കിൽ പോലും അവരൊക്കെ മേക്കപ്പ് ഇട്ടോണ്ടേ വരത്തുള്ളൂ. അതാടാ ഞാൻ അപ്പം തന്നെ പറഞ്ഞത്. ഞാൻ എങ്ങനെയാ നീ പ്രേമിക്കാൻ തുടങ്ങി? നാച്ചേരി അമ്മയുടെ മരുമകനായ ഞങ്ങളൊന്നും മറക്കല്ലേ. മരുമോനും വല്ല ഒരു കോപ്പും അല്ല. അവൾ എന്തിനാ കിസ് ചെയ്ത് ഞാൻ പോയി ചോദിച്ചിട്ട് വരും. അവൾ എന്തിനാ കിസ് ചെയ്തത്? എന്താടാ അടിച്ചു പൂസായി വന്നിരിക്കുക? മാറി നിക്ക്, മാറ്റടിക്കുന്നു. പിന്നെ കുടിച്ച മാറാത്ത സുഗന്ധാണോ വരുന്നേ? ഇങ്ങ് വന്നേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല, എന്തിനാ വന്നേ? ഐ വോണ്ട് ഒരു സത്യം ഇറങ്ങി ഫൈ. കോളേജിൽ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ എന്തിനാ കിസ് ചെയ്തത്, ഐ ലവ് യു പറഞ്ഞത്? ഇപ്പൊ പറയണമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഇവിടെ കിസ് ചെയ്താ ഇവിടെ ചങ്കിടിപ്പ് കൂടുകയാണല്ലോ. ചെറുപ്പം തൊട്ട് എന്റെ അച്ഛനും അമ്മേനെ ഒരുപാട് കിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു പുതിയ ഫീലിംഗ് ആണല്ലോ. എന്തെങ്കിലും പറ. എടാ മണ്ട, ഉമ്മ വച്ച് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പ്രേമം. അതാ ചോദിച്ച എന്തിനെന്ന്. എങ്ങനെയോ എന്തോ എനിക്ക് നിന്നോട് പ്രേമം തോന്നി. നിനക്ക് തോന്നിയാ എല്ലാം ശരിയാകുമോ? ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. പ്രേമം ഉണ്ടായോ? ഒരുമിച്ച് എത്ര കഴിച്ചു? പ്രേമം ഉണ്ടായോ? ഒരുമിച്ച് പഠിച്ചു, എന്നിട്ട് പ്രേമം ഉണ്ടായോ? ആ സമയമൊന്നും വരാത്തത്. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കിസ് ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് പ്രേമം ഉണ്ടാവോ? വന്നു. എന്താടിത്? നീ കറങ്ങി എന്റെ കണ്ണുന്നാണല്ലോ വെള്ളം വരുന്നേ. നീ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്ത് പറ്റിയെന്നും അറിയില്ല. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പിയാ. നിന്റെ കൂടെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് സമയം ചെലവഴിച്ച പോലെയാ. നിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു വിചാരിച്ചില്ല. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുമ്പോ എന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. വല്ലാത്ത ശ്വാസം മുട്ടുന്നു. നീ എന്റെ അടുത്തേക്ക് വരുമ്പോഴേ ചുറ്റും ബാൻഡ് വായിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാ. നീ പറഞ്ഞതുപോലെ 72 തവണ തുടിക്കേണ്ട ഹൃദയം 172 തവണ തുടിക്കുക. ഈ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും ചത്താ മാനം പോവും. നീ ഈ ഡിസ്റ്റൻസിൽ നിന്നാലും ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ ഉണ്ട് കേട്ടാ. ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. നമസ്കാരം. ഇരിക്കൂ. നമ്മുടെ നാട്ടിലെ ശുദ്ധജല തടാകത്തിനുള്ള ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ നമുക്ക് പണി തുടങ്ങാം. എനിക്ക് വളരെ സന്തോഷായി. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഈ നാട്ടുകാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. പറഞ്ഞയച്ചിരുന്നെങ്കിൽ
ഞാൻ ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് മോൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ മോളെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഒരേ ഒരു മകനായത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് അയക്കാൻ മനസ്സ് കാണിച്ചാ ഞങ്ങൾക്ക് മകളില്ലെന്നൊരു കുറവെന്ന നികത്തായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് കരുതി ചോദിക്കാതിരുന്നതാ. അയ്യോ, ഇതിൽ എന്ത് വിചാരിക്കാനുള്ളത്? നിങ്ങളുടെ മരുമകനാകാൻ എന്റെ മകനാണ് ഭാഗ്യമുള്ളത്. അങ്ങനെയല്ല, എന്റെ മകളുടെ ഭാഗ്യമാണിത്. മോളോടും കൂടി ഒരു വാക്ക് ചോദിച്ചാല് ആ ജോലിയും തീർന്നു പെങ്ങളെ. എന്റെ മകൾക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഹലോ, എന്തുവാടാ ചെയ്യുന്നേ? ഒന്നുമില്ലടി, ടി വി കണ്ടിട്ട് കഴിച്ചോണ്ടിരിക്ക. അല്ല, നീ എന്താ ചെയ്യുന്നേ? വീട്ടിലെ അമ്മ, പുഷ്പ, ദാസന ആരുമില്ല, വെറുതെ ഇരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയം ടി വി കണ്ടോട്ടെ, കുറച്ച് എന്റർടൈനിങ് ആവൂലേ? വീട്ടിലെ അമ്മ, പുഷ്പ, ദാസന ആരും ഇല്ലാന്ന് ടി വി എങ്ങനെ കാണാനാ? അങ്ങനെയാണെങ്കിൽ ഇരുന്ന് പഠിച്ചൂടെ? എടാ മണ്ട, വീട്ടിൽ അമ്മയും പുഷ്പയും ദാസനയും ഇല്ലാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ആരില്ലെന്ന് പറഞ്ഞാ ഞാൻ വന്ന് ചെന്ന് മൊത്തം വീട് അടിച്ചു വാരി തരണോടെ നിനക്ക്? എടാ മന്ദമതി, നീ ഫോൺ വെക്ക്. എന്താടാ അത്? വീട്ടിൽ ആരില്ലെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയും അച്ഛനും ദാസേട്ടനും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? നീ ഏത് ജനറേഷനിലാടാ ജനിച്ചേ? ശ്ശേ. എടാ, എന്താ, എന്തിനാ വന്നേ? അത് വീട്ടിൽ അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. എന്തിനാ ഇപ്പൊ അടുത്തേക്ക് വരുന്നേ? അത് അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. ആ, അതിന് അതിന് അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. മോളെ മഹാലക്ഷ്മി. എന്താ സാർ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? പാർട്ടി ഒന്നും ഇല്ലേ പുഷ്പേ? ഉണ്ട്. നാച്ചേരമ്മ വന്ന ഉടനെ നല്ല പാർട്ടി കിട്ടും, അടിയുള്ള പാർട്ടി. വിശക്കുന്നെന്ന് പറഞ്ഞു വന്നതാ. അല്ല, നീ എന്താ തിരിച്ചു വന്നേ? ഒന്നുമില്ല മോളെ, ഞാൻ പോകുന്ന വഴിക്ക് ആ സുധച്ചേച്ചിയുടെ വീട്ടിലെ മുല്ലച്ചെടി താഴെ വീണ് കിടന്നു. ആ പൂക്കളെടുത്ത് കെട്ടിക്കൊണ്ട് വന്നു. വെച്ചോളൂ, നന്നായിരിക്കും. ഞാൻ പോയിട്ട് വരാവേ. ഹലോ ബൂട്ട് കട്ട്, പോകുന്നില്ലേ? ഞാൻ പോയിക്കോളാം. തെരുന്നതിനെ പിടിക്കുന്ന വണ്ടി വരുന്നുണ്ടെന്ന് കേട്ടു. അവർ നിന്നെ പിടിക്കാതെ നോക്കണം, സൂക്ഷിച്ചു പോ. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെയല്ലേ ആദ്യം പിടിക്കേണ്ടിയിരുന്നത്. എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേക്ക്. നീ ഒരു സാരി എടുത്തിട്ട് ഈ മുല്ലപ്പൂവും വെച്ചോണ്ട് വന്നാണ്ടല്ലോ, ഒരു തവണെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട്. ഉവ്വ, ആഗ്രഹം കൊള്ളാം. അന്ന് ശ്രീ സാരി കൊടുത്തോണ്ട് വന്നപ്പോ കണ്ണും തള്ളി നിൽക്കായിരുന്നില്ലേ? അവൾ അല്ലെങ്കിൽ സാരി കിട്ടിയ സുന്ദരിയാ. പക്ഷെ നീ സാരി എടുത്താലോ, വൺ ആൻഡ് ഓൺലി ബ്യൂട്ടി. എന്തോന്ന്? അതന്നെയാ, പെൺകുട്ടികൾ സാരി ഇടുമ്പോഴൊരു ഒരു പ്രത്യേക ഭംഗിയാ. പക്ഷേ സൗന്ദര്യത്തിന് സാരി എടുത്താലേ നിന്നെ പോലെ ഉണ്ടാവും.